ഞാൻ നിങ്ങളുടെ ബിന്ദു ടീച്ചറാണ്. നമ്മൾ 8ാം ക്ലാസ്സിലെ 4th ചാപ്റ്ററായ ഐഡന്റിറ്റീസിലെ ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളണേ. ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 12 സെന്റിമീറ്ററും വീതി വിഡ്ത്ത് എന്ന് പറയുന്നത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ? നമ്മൾ ഏരിയ ചെയ്യുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്തെഴുതും? 12 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 84. ഈ ചോദ്യത്തിൽ ഇങ്ങോട്ടേക്ക് ഒരു 3 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഈ റെക്റ്റാങ്കിൾ 3 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ റെക്റ്റാങ്കിൾ ടോട്ടൽ ഏരിയ എങ്ങനെയാണെന്നാണ് ചോദ്യം. ഇതിന് നമുക്ക് രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചിന്തിക്കാം അല്ലേ? ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ഈ 12 പ്ലസ് 3 15 cm ആണ് ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് കരുതി ഈ ലെങ്ത്തിന്റെ ബ്രെഡ്ത്ത് ചെയ്താൽ നമുക്കൊരു ആൻസർ കിട്ടും. അല്ലാതെ ഒരു പുതിയ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് 3 ആണല്ലോ, അപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പം 3 7s are 21. നമ്മൾ എന്ത് ചെയ്താൽ മതി? 84ന്റെ കൂടെ 21 കൂടെ ആഡ് ചെയ്താൽ പോരെ? ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ ലെങ്ത് ആനുപാതികമായിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വീതി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. വീതി ഒരു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. വീതി ഒരു 2 സെന്റിമീറ്റർ എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന റെക്റ്റാങ്കിളിന്റെ ഏരിയ എത്ര എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഈ എക്സ്റ്റെൻഡ് പോർഷന്റെ മാത്രം ഏരിയ ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാ നോക്കുക, ഇവിടെ 2 സെന്റിമീറ്റർ ആണല്ലോ നമ്മൾ ഇൻക്രീസ് ചെയ്തത്. അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്നത് 12 തന്നെയാണ്. അപ്പൊ എത്ര? 2 ഇൻറ്റു 12 എന്ത് വരും? 24 വരും അല്ല. അപ്പൊ ഇൻക്രീസ്ഡ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ 21 കിട്ടി. അപ്പം 21ഉം 24 45 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഇൻക്രീസ്ഡ് ഏരിയ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പം ആക്ച്വലി ഇതൊരു റെക്റ്റാങ്കിളായി മാറിയോ? ഇല്ല. ആക്ച്വലി ഇത് റെക്റ്റാങ്കിൾ ആവണമെങ്കിൽ എന്തും കൂടി വേണം? നമുക്ക് ഈ പോർഷനും കൂടെ ഫില്ലായി കിട്ടിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഒരു പുതിയ റെക്റ്റാങ്കിൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പം ഒരു മൂന്നാമതൊരു പാർട്ടും കൂടി അവിടെ എത്തി. ശരിയല്ലേ? അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന എക്സ്റ്റെൻഡ് നീളം എന്ന് പറയുന്നത് 3ഉം ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 2. അപ്പൊ 3 2s are 6. ഈ ഒരു പോർഷനും കൂടി ഇതിനും കൂടെ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇവിടെ നമ്മൾക്ക് ഇത് 84 എന്ന് കിട്ടിയിരുന്നു. ഇതെന്ന് പറയുന്നത് നമ്മൾ 2 സെന്റിമീറ്റർ ആണല്ലോ എക്സ്റ്റെൻഡ് ചെയ്ത്. 7ൽ നിന്ന് 2ലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് 12. അപ്പം ഇത് 24 വന്നു. ഇത് നമ്മൾ 12 എന്നുണ്ടായിരുന്നത് 3 എക്സ്റ്റെൻഡ് ചെയ്ത് 15 ആക്കിയിരുന്നു. അപ്പം 3 7s are ഇവിടെ എത്ര വന്നു? നമുക്ക് 21 വന്നു. ഇത് 3 2s are 6ഉം വന്നു. ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തു അല്ലേ? 84 പ്ലസ് 24 പ്ലസ് 21 പ്ലസ് 6 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 135 സെന്റിമീറ്റർ സ്ക്വയറിന് വന്നു. ആക്ച്വലി ഇത് 12 പ്ലസ് 3 15ഉം 7 പ്ലസ് 2 9ഉം. സോ ഇവിടെ 15 ഇൻറ്റു 9 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 135 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ അഡീഷൻ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കിയേക്കാം. ഫസ്റ്റ് നമ്മൾ ഈ 15നെ 12 പ്ലസ് 3 എന്നും 9 എന്നതിനെ 7 പ്ലസ് 2 എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം നോക്കുക, ഈ 12 ഇൻറ്റു 7ഉം 12 ഇൻറ്റു 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം 3 ഇൻറ്റു 7ഉം 3 ഇൻറ്റു 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഓർത്താൽ മതിയോ? ഫസ്റ്റ് എന്ത് ചെയ്യണം? 12 ഇൻറ്റു 7 പ്ലസ് 12 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 2. സോ ഇത് 84, ഇത് 24, ഇത് 21, ഇത് 6 ആഡ് ചെയ്യുമ്പോൾ 135. നമ്മൾ സംഖ്യകളുടെ കേസിൽ ഇത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേരിയബിൾസ് അൽജിബ്രയിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ തന്നെ ഫോളോ ചെയ്യണം. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഏതാണ് ഇക്വേഷൻ? ഇക്വേഷൻ ഇതാണ്. എക്സ് പ്ലസ് വൈ. എക്സ് എന്ന് പറയുന്ന ഒരു സംഖ്യ, ഈ 4 ടൈപ്പ് സംഖ്യ. അപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ തന്നെ ഈ 4 വ്യത്യസ്ത സംഖ്യകൾ 12 3 7 2 4 വ്യത്യസ്ത സംഖ്യകളായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം? എക്സ് പ്ലസ് വൈ ഇൻറ്റു ബ്രാക്കറ്റിനെ നമ്മൾ ഇൻറ്റു എന്നാണ് വിളിക്കാറ്. എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ എക്സ് ഇൻറ്റു യു ചെയ്യണം. എക്സ് ഇൻറ്റു യു പ്ലസ് എക്സ് ഇൻറ്റു വി.
then plus y into u plus y into v. For any four positive numbers x, y, u, v ഇതെല്ലാം പോസിറ്റീവ് നമ്പേഴ്സ്. നമുക്ക് ഈ രീതിയിൽ 103 ഇൻറ്റു 205 ഒന്ന് ചെയ്ത് നോക്കാം. സോ 103നെ 100 പ്ലസ് 3 ഇൻറ്റു 200 പ്ലസ് 5 എന്ന് എഴുതുന്നു. ഇനി മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? 100 ഇൻറ്റു 200ഉം 100 ഇൻറ്റു 5ഉം കൂടി ചെയ്യുക. ദാറ്റ് ഈസ് 100 ഇൻറ്റു 200 ചെയ്യാൻ ആദ്യം ഈ നമ്പേഴ്സ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക, സീറോസ് നമ്മൾ അതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഓക്കെ, 20,000. ദെൻ 100 ഇൻറ്റു 5 എത്രയാണ്? 500. ദെൻ അടുത്തത് എന്താ? ഇത് രണ്ടും കൂടെ 3 ഇൻറ്റു 200 3 ഇൻറ്റു 5 ചെയ്യാം. 3 ഇൻറ്റു 200 600 പ്ലസ് 315 എത്ര? 3 ഇൻറ്റു 5 15. ദെൻ ഇതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. 20,000 500 600 15. ദെൻ 5 1 6 5 11 റിമൈൻഡർ 1 ഇവിടെ എഴുതി 21,115 എന്നുള്ള ആൻസർ വരും. ക്ലിയർ അല്ലേ? പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പം നമ്മൾ മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് നമ്പേഴ്സ് ലൈക്ക് ദിസ്. ഈ ഒരു കലണ്ടർ പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദ്യം ഇതാണ്: ആസ് ഇൻ ദ കലണ്ടർ മാർക്ക് ഫോർ numbers in a square and find the difference of diagonal product. Is it the same for all squares of 4 numbers? നമ്മൾ ഈ കലണ്ടറിനകത്ത് ഏതെങ്കിലും 4 നമ്പേഴ്സ് സെലക്ട് ചെയ്യുക, സ്ക്വയർ രൂപത്തിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ്. എന്താണ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഡയഗണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയും നമ്പേഴ്സ് തമ്മിൽ പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം അവയുടെ ഡിഫറൻസ് എടുക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സെയിം ആണോ മറ്റെല്ലാ കേസിലും എന്നുകൂടി അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ച് ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സ്ക്വയർ നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും ഇവിടെ 6 2s are 12 മൈനസ് 7 1s are 7. ഡിഫറൻസ് എത്രയാണ്? ഇവിടെ 5 ആണ്. ഇവിടെ 8 4s are 32 മൈനസ് 9 3s are 27. അവിടുത്തെ ഡിഫറൻസ് എന്ത് തന്നെയാണ്? 5 ആണ്. ഇവിടെയും കൂടെ നോക്കാം. 7 3s are 21 മൈനസ് 8 2s are 16. അവിടെയും ഡിഫറൻസ് എന്ത് തന്നെയാണ്? 5 ആണ്. എല്ലാം നമ്മൾ ഒന്നാമത്തെ കേസിലെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതായത് സ്ക്വയർ നമ്പേഴ്സ് ചൂസ് ചെയ്ത് ഡയഗണൽ പ്രോഡക്റ്റ് എടുത്തിട്ട് അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ 5. അത് എല്ലാ കേസിലും സെയിം ആണെന്ന് കിട്ടി. ദെൻ എക്സ്പ്ലെയിൻ വൈ ദിസ് ഈസ് സോ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കാം. 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്വയർ നമ്പർ നമ്മൾ ചൂസ് ചെയ്തു. പിന്നെ നമ്മൾ വേരിയബിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ നമ്പർ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇതിനേക്കാളും ഒന്നല്ലേ ഇവിടെ കൂടുതൽ. അപ്പം നമ്മൾ ഇതിനെ എക്സിനേക്കാളും 1 കൂടിയാണ് നമ്മൾ x+1. നമ്മൾ 7th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും എത്രയാണ് ഇവിടെ കൂടുതൽ വന്നിരിക്കുന്നത്? 5. അപ്പം x+1 എത്ര കൂടുതലാണ്? 5. x+5. ഇത് 1 എത്ര കൂടുതലാണ്? 6. x+6. നമുക്ക് ഇതിൻ്റെ ഒരു ഡയഗണൽ പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ഇത് തമ്മിലുള്ള പ്രോഡക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് x ഇൻറ്റു x+6. നമ്മൾക്കതറിയാം. ബ്രാക്കറ്റ് പൊട്ടിക്കണം അല്ലെ? എങ്ങനെയാണ് ചെയ്യണം? x ഇൻറ്റു എക്സ് ചെയ്യണം, x ഇൻറ്റു 6 ചെയ്യണം. x ഇൻറ്റു എക്സ് x² പ്ലസ് x ഇൻറ്റു 6 6x. ഇനി അതിനുശേഷം ഇത് രണ്ടുകൂടെ നോക്കാം. എന്താണ്? x+1 ഇൻറ്റു x+6. രണ്ടെണ്ണം വരുമ്പം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതിൻ്റെ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം ഇത് രണ്ടും x ഇൻറ്റു എക്സ് x² പ്ലസ് x ഇൻറ്റു 6 6x പ്ലസ് 1 ഇൻറ്റു എക്സ് 1x. ഇതൊന്ന് 5 ആട്ടോ, സോറി ടീച്ചർ കൂട്ടുപോയി. 5x ഇൻറ്റു 5 5x 1x 1 ഇൻറ്റു 5 5. ഇതൊന്ന് വൃത്തിയാക്കി എഴുതിയേക്കാം. x² പ്ലസ് 5x ഉം 1x കൂടെ നമുക്ക് 6x എന്ന് എഴുതാം കേട്ടോ. 5 ആപ്പിൾ 1 ആപ്പിളോട് ചേർന്ന് 6 ആപ്പിൾ എന്നുള്ള കോൺസെപ്റ്റ്.
ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഡയഗണൽ പ്രോഡക്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഡിഫറൻസ് വെച്ചാൽ നമ്മൾ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്തെടുക്കുമ്പോൾ നോക്കാം എങ്ങനെ വരുമെന്ന്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 5 മൈനസ് ചെയ്യുന്നു. ആരെ? എക്സ് സ്ക്വയർ പ്ലസ് 6x മൈനസ് ചെയ്യുന്നു. ഒരേപോലുള്ള കോഎഫിഷ്യൻ്റ് ഒരുപോലെ വരുന്നവരെ നമ്മൾ പവർ ഒരുപോലെ വരുന്നത് നേരെ എഴുതിയാൽ മതി. ഈ 5 മൈനസ് ചെയ്യാൻ ആരില്ലാത്തതുകൊണ്ട് 5 ഇവിടെ എഴുതി. 6x മൈനസ് 6x എന്ത് വരും? 0 വരും. എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ത് വരും? 0 വരും. സോ ഫൈനലി നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 5 എന്ന്. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുമ്പോഴും നമുക്ക് ഡിഫറൻസ് എന്ത് തന്നെ കിട്ടി? 5 എന്ന് കിട്ടും. അടുത്തൊരു ചോദ്യം, ഇൻസ്റ്റെഡ് ഓഫ് എ സ്ക്വയർ ഓഫ് 4 numbers, take the square of 9 numbers and mark only the numbers at the 4 corners. നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ക്വയർ നമ്പറിൽ നിന്നും 9 എണ്ണം ചൂസ് ചെയ്യുന്നു. അതിനകത്ത് കോർണേഴ്സിലുള്ളവരുടെ പ്രോഡക്റ്റ് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? കോർണേഴ്സിലുള്ളവരുടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആ കോർണേഴ്സിലെ നമ്പേഴ്സിന്റെ only the what is the difference of the diagonal product? ഇവയുടെ പ്രോഡക്റ്റ് എടുക്കുക, അതിന്റെ ഡിഫറൻസ് എടുക്കുക. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. സോ 20 × 8 ചെയ്യുന്നു. 20 × 8 ഉം 10 × 18 ചെയ്യുക. ഇവയുടെ പ്രോഡക്റ്റ് എത്ര? 20 × 8 8 2 16 160 ഉം 18 × 10 180. ഡിഫറൻസ് ബിറ്റ്വീൻ ദം എത്ര? 180 മൈനസ് 160. ആൻസർ ഈസ് 20. ഡിഫറൻസ് എന്ന് പറയുന്നത് 20 ആണ്. നമുക്കിനി എങ്ങനെ അൾജിബ്രൈക് ഫോമിൽ എഴുതാമെന്ന് നോക്കാം. ടേക്ക് ദിസ് ഫസ്റ്റ് നമ്പർ എക്സ്. ഇതിനേക്കാൾ എത്ര കൂടുതലാണിത്? 8നേക്കാളും 2 കൂടുതൽ. അപ്പം നമ്മൾ ഇതിനെ എക്സ് പ്ലസ് 2 എന്ന് എഴുതുക. ഇതിനേക്കാളും എത്ര കൂടുതലായത്? 8ഉം 10ഉം അല്ലേ 18. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് 10. ഇവിടെ ഇതിനേക്കാളും എത്ര കൂടുതലാണ്? ഇവിടെ 20, 12 കൂടുതൽ. സോ എക്സ് പ്ലസ് 12. ഇനി നമ്മൾ ഡയഗണൽ പ്രോഡക്റ്റ് എടുക്കുന്നു. എങ്ങനെ? എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12. അതുപോലെ ഇതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക. എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 10. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ എന്ത് വരും? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 12 12x. ഇവിടെ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ മുമ്പ് പഠിച്ച പോലെ എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 10 10x പ്ലസ് 2 ഇൻറ്റു എക്സ് 2x 2 ഇൻറ്റു 10 20. ഇവിടെ എന്ത് വന്നു? എക്സ് സ്ക്വയർ പ്ലസ് 12x 10ഉം 2ഉം 12 പ്ലസ് 20. ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുമ്പോഴേ നമുക്കറിയാം അല്ലേ എന്താ ഡിഫറൻസ് വന്നത്? ഒരു 20യുടെ ഇത് സെയിം ആയി അല്ലേ? ഇത് സെയിം ആണ്. ബാക്കി എന്തേ ഉള്ളൂ? 20 വന്ന് റിമൈനിങ് 20. ഓക്കെ.